വേഗം പോകാം. ആന്റി, അത് മുരളേട്ട, മുത്തപ്പൻ കോവിലിലെ ഭജനം പൂർത്തിയാക്കി മടങ്ങാൻ സമ്മതിക്കണം. ദേവിക, ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മൾ അപകടത്തില്. അതേ മോളെ, ഇവിടെ നിൽക്കുന്ന ആപത്താ. എനിക്കറിയാം, ഇപ്പൊ വന്നതുപോലെ അവന്മാർ ഇനിയും വരും. മുത്തപ്പൻ കോവിലിലെ ഭജനം ഇരിക്കണം. പ്ലീസ് മോളെ, വേണ്ട. ദൈവനിശ്ചയം ഇങ്ങനെയായിരിക്കും. അമ്മേ, ദേവികയുടെ ആഗ്രഹം നടക്കട്ടെ. ഭജനം ഇരിക്കാതെ തിരിച്ചു തന്ന ദൈവമല്ല, ചന്ദ്രോ തമ്മയായിരിക്കും ശിക്ഷ വിധിക്കുന്നത്. അമ്പലത്തിൽ ഭജനം ഇരിക്കട്ടെ, പേടിക്കണ്ട. കാവലായിട്ട് ഞങ്ങളുണ്ടാവും. വാ, നടക്ക. വാ. മാധവേട്ടാ, വന്നേ, നമുക്കും കാട്ടുമുത്തപ്പന്റെ അമ്പലത്തിലേക്ക് പോകാം. അവിടെ ചെന്ന് ദേവിയെ അന്വേഷിക്കാം. അതെ അച്ഛാ, നന്ദേട്ടനെ അറിയിക്കാം. അല്ലെങ്കിൽ പോലീസിൽ അറിയിച്ച് സഹായം തേടാം. ദേവിക്ക് എന്തോ അപകടമാണ് മാധവേട്ടന്റെ മനസ്സിലൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ ആ തോന്നലിന് എന്തെങ്കിലും ഒരു അർത്ഥം കാണും. വന്നേ മാധവേട്ട. വെപ്രാളപ്പെടേണ്ട രാധികെ, ഇപ്പൊ എന്റെ മനസ്സിനൊരു ശാന്തത കിട്ടുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നും അപകടം ഒഴിഞ്ഞു പോയി എന്നൊരു തോന്നല്. എന്തായാലും ശരി, നമുക്കൊന്ന് അന്വേഷിക്കാം മാധവേട്ട. വേണ്ട രാധികെ, ബഹളം വേണ്ട. ചിലപ്പോൾ അവൾ അമ്പലത്തിലെത്തി പൂജയും ഭജനയും തുടങ്ങിക്കാണും. അതിൻ്റെ ഒരു അടയാളമായിരിക്കും എൻ്റെ മനസ്സിലെ പ്രയാസങ്ങൾ മാറിയത്. അവൾക്ക് ചുറ്റും ഈശ്വരൻ്റെ ഒരു കവചം ഞാൻ കാണുന്നുണ്ട്. ഉറപ്പാ അവൾ പ്രാർത്ഥനയിലായിരിക്കും. ഈ സമയത്ത് നമ്മൾ അവളെക്കുറിച്ച് പേടിക്കുന്നത് ശരിയല്ല. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതാ നമ്മൾ ചെയ്യേണ്ടത്.
മുരളേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. പിന്നെ ചേച്ചി വിളിച്ചിരുന്നോ? ഇല്ലെന്നേ. ഇനിയിപ്പോ ഫോൺ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി പോയതാണോ? എന്നാലും ആരുടെങ്കിലും ഫോണിൽ നിന്ന് വിളിക്കാൻ പാടില്ലേ? അത് നേരാ. എന്നാലും ഇന്നേ വരെ ഇങ്ങനെ വിളിക്കാതിരുന്നിട്ടില്ല. അതോ ഞാനും ആലോചിക്കുന്നു. പ്രത്യേകിച്ച് എങ്ങോട്ടെങ്കിലും പോവെന്ന് പറഞ്ഞിരുന്നോ? ഇല്ലെന്നേ. അത്യാവശ്യമായിട്ട് എവിടെ പോവാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ, നന്ദേട്ടനൊന്ന് വിളിച്ചു നോക്കിയാലോ? ആ. ഹലോ. ആ, ഉമയെ നന്ദേട്ടാ. എന്താ മോളെ? മുരളേട്ടൻ എവിടെയാണെന്ന് അറിയോ? എങ്ങോട്ടെങ്കിലും പോവെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. എന്തേ? അല്ല, മുരളേട്ടൻ ഇതുവരെ എത്തിയില്ല. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവൻ വല്ല ഓട്ടം പോയതാവും. ചിലപ്പോ താമസിക്കുമെന്ന് ഗൗരിച്ചിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ എവിടെയാ പോവെന്ന് പറഞ്ഞിട്ടില്ല. അതാ ഒരു ടെൻഷൻ. വിഷമിക്കണ്ട. ദൂരെ എവിടെങ്കിലും ഓട്ടം പോയതാവും. കുറച്ചു കഴിഞ്ഞ് ഞാനൊന്ന് വിളിച്ചു നോക്കാം. നന്ദേട്ടൻ അറിയാതെ ദൂരെ എവിടേക്കും പോവില്ലല്ലോ. അതാ ഞാൻ വിളിച്ചത്. അവൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ചു കഴിയുമ്പോ വിളിക്കുമായിരിക്കും. നോക്കാം നമുക്ക്. ശരി നന്ദേട്ടാ. ശരി. നന്ദേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ലാന്ന്. എടാ, മീര അടുത്ത പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അച്ഛൻ അവളെ പഴയതുപോലെ മൈൻഡ് ചെയ്യുന്നില്ലാന്ന്. സംസാരിക്കാൻ പറ്റാതിരിക്കുന്ന അച്ഛൻ അവളോട് എങ്ങനെ മൈൻഡ് ചെയ്യാനാ? അതല്ലടാ, അച്ഛനും ഇപ്പൊ നമുക്കുണ്ടായിട്ടുള്ള ഇറിറ്റേഷൻ അവളോടുണ്ട്. ഒന്നാമത് ദേവിക ഇങ്ങനെ പോയതിന്റെ ഒരു വിഷമം അച്ഛനും ഇല്ലേ? അവളുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ഒരു സമാധാനവും ഇല്ല. എന്താ ഏതാന്നറിയാത്തൊരു സ്ഥലത്ത് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുക. ഇവിടെ ആരോടും പറയാതെ പോയാൽ മതിയായിരുന്നു. നീ ദേവികയുടെ കാര്യം ഓർത്ത് സങ്കടപ്പെടണ്ട. ഒന്നും സംഭവിക്കില്ല. നാളെ അവള് ഭജന പൂർത്തിയാക്കി തിരിച്ചെത്തുന്നതോടെ എല്ലാത്തിനും പരിഹാരമാവും. അങ്ങനെ സമാധാനിക്കാം. ആ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. തല പെരുക്കുന്നു. എടാ, നീ നിന്റെ റൂമിലേക്കാണോ പോകുന്നത്? അവിടെ മീരയുണ്ട്. നീ ലെഫ്റ്റ് സൈഡിൽ ആ റൂം എടുത്തോ. ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല അവസ്ഥ. ഇവിടെ വല്ല വഴിക്ക് ഇറങ്ങി പോയാൽ മതിയായിരുന്നു. നീ ഒന്ന് വെറുതെ ഇരിക്കുന്ന എന്താ? ഇപ്പൊ നിന്റെ ദേവി നിനക്ക് വേണ്ടി മുത്തപ്പനോട് പ്രാർത്ഥിക്കായിരിക്കും.
ആരാടാ? ഏതോ ഒരു നമ്പറിൽ നിന്നാ. ഭക്ഷണം കഴിക്കാണോ അതോ തിരക്കഥ വായിക്കാണോ? എന്നാ പിന്നെ തിരക്ക് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വിളിക്കുമോ? അതെ, എന്നാ നീ എന്നെ കൊണ്ടുപോകുന്നേ? ആ, നമ്മുടെ ഈ പടത്തിന്റെ വർക്കൊന്ന് കഴിഞ്ഞോട്ടെ. ആ, സ്വന്തം ബിഗ് ബജറ്റ് മൂവിയല്ലേ, ഉത്തരവാദിത്വം മൊത്തം എന്റെ തലയിലാണല്ലോ. ഇറങ്ങിയ രക്ഷപ്പെട്ടു. 100% ഹിറ്റാ. 100 കോടി ക്ലബിൽ പോകുന്ന ടെക്നീഷ്യന്മാരെല്ലാരും പറയുന്നുണ്ട്. നിന്റെ കണക്കൊന്നും എനിക്ക് കേൾക്കണ്ട, എന്നെ ഒന്ന് കൊണ്ടുപോകും. ആ, ഏറിപ്പോയ 1 മാസം അത്രയും മതി. അപ്പൊ എൻഗേജ്മെന്റോ? ഓ, അതിനങ്ങ് ഹാപ്പി ആയിട്ട് നിന്ന് കൊടുത്തേക്കണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് അങ്ങ് പറക്കും. അച്ഛൻ മുമ്പ് എപ്പോഴെങ്കിലും ചിന്നാർമുടിയിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. അവിടെ ഈ കാട്ടുമുത്തപ്പന്റെ അമ്പലം ഉണ്ടെന്ന് പറയുന്നത് നേരാണോ? നീ എന്താ ചോദിക്കുന്നത്? അവിടെ പിന്നെ ക്ഷേത്രം ഇല്ലാതെ? ഏതോ ഒരു സ്ഥലം, ആർക്കും വ്യക്തമായിട്ട് ഒന്നും അറിയില്ല. അവിടെ ഈ കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്കാ ചേച്ചി പോയിരിക്കുന്നത്. ചന്ദ്രോത്തുകാർക്ക് കാശ് കൊടുത്താ കൂലിക്കെങ്കിലും ആളെ കിട്ടില്ലേ? ആരെങ്കിലും അവരോടൊപ്പം വിടാമായിരുന്നില്ലേ? എന്താ അങ്ങനെ ചെയ്യാത്തെ? നീ എന്തായി പറയുന്നത്? ചേച്ചി അവിടുന്ന് തിരിച്ചു വരരുത്, അതിനുള്ള കെണിയായിരിക്കും ഇത്. മാധവേട്ടാ, ഇവളി പറയുന്നത്? ഞാൻ പറയുന്നതല്ല. സ്ത്രീധനത്തിന്റെ പേരിലും കുലത്തിന്റെ പേരിലും ഒക്കെ കെട്ടിച്ചു വിട്ട വീട്ടില് പെൺകുട്ടികളെ ഇല്ലാതാക്കുന്ന സമൂഹത്തിലാ നമ്മളിപ്പോ ജീവിക്കുന്നേ. പ്രഭാന്റി ചേച്ചി ഒഴിവാക്കാൻ കണ്ടെത്തിയ തന്ത്രമായത്. ഭക്തിയുടെ പുകമറ ഉള്ളോണ്ട് എല്ലാരും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നോളൂന്ന് അവര് കരുതി. മോളെ, അങ്ങനെയൊന്നും അല്ല. ബ്രഹ്മദത്തൻ തിരുമേനി ഒരു കാര്യം പറഞ്ഞ അത് ചെയ്തിരിക്കണം. ഒരു പുണ്യാത്മാവിന്റെ വാക്കിനെ ധിക്കരിക്കാൻ പാടില്ല. ശരി, ബ്രഹ്മദത്തൻ തിരുമേനി പരമമായ സത്യമുള്ള ആളാണ്. പിന്നെ എന്തുകൊണ്ടാ ആദ്യം പൂജ നടന്നപ്പോ ഈ വനവാസത്തെ പറ്റി പറഞ്ഞില്ല? ഇത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് ചേച്ചി പറഞ്ഞയച്ചതാ. നന്ദേട്ടനെങ്കിലും ഇതൊന്നും തടയാൻ പറ്റിയില്ലല്ലോ. ഇനി ഈ സമയത്ത് നമ്മൾ ഇവിടെ തലപോയിച്ചിട്ട് കാര്യമില്ലല്ലോ. നാളെ രാവിലെ എങ്കിലും ആ കാട്ടിലേക്ക് ചെല്ലാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ചേച്ചിയുടെ ശവമെങ്കിലും ബാക്കിയുണ്ടോന്ന് അറിയണം.
എന്താ മാധവേട്ട വിളി പറയുന്നത്? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നുമില്ല രാധികെ, മനുഷ്യരാൽ ഒന്നും വിധിക്കാൻ പറ്റില്ല. ഈശ്വരന്റെ തീരുമാനം നന്മയാണ്. നമ്മുടെ മോൾക്ക് മുത്തപ്പന്റെ തുണയുണ്ട്. ആ ഹലോ ഉമേ. ആ നന്ദേട്ടാ, മുരളീട്ടൻ ഇതുവരെയും വന്നില്ല. ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്താ പേടിയുണ്ടോ? ആ പേടിയുണ്ട്. ഗൗരിച്ച് സാരില്ലെന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്, ഗൗരി വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ. മുരളി റേഞ്ച് ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വാ. അവിടെ വരാനോ? അത് വേണോ? അതിനെന്താ കുഴപ്പം? മുരളീട്ടൻ ഗൗരിച്ചോട് ചന്ദ്രത്തേക്ക് പോകാൻ പറഞ്ഞിരുന്നോ? പിന്നെന്താ പ്രശ്നം? അവിടെ മീരേച്ചിക്ക് ഉള്ളതല്ലേ, ഞങ്ങളും കൂടി വന്നാ ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഭാർഗവേണ്ടി നാളെയല്ലേ വരൂ. അതുവരെ നിങ്ങൾ ഒറ്റയ്ക്ക് കഴിയണ്ടേ? ഗൗരി കൂട്ടി ഇങ്ങോട്ട് വാ. ഇവിടെ ആരും വരണ്ട. ഉമേ, ഞാനങ്ങോട്ട് വിളിക്കാം. അമ്മ ഇത് എന്ത് പണിയാ കാണിച്ചത്? മോശമായി പോയി. അമ്മയുടെ ശബ്ദം ഉമ കേട്ട് കാണും. ആര് കേട്ടാലും എനിക്ക് പ്രശ്നമില്ല. നിർത്തേണ്ടവരെ നിർത്തേണ്ട ഇടത്ത് തന്നെ നിർത്തണം. ദാ അവളുടെ അമ്മയെ കണ്ടില്ലേ? എന്നോട് അനുവാദം ചോദിക്കാതെയല്ലേ ദേവിക്കൊപ്പം പോയത്? അതൊരു നല്ല കാര്യമല്ലേ ആനി ചെയ്തേ? ഈ കുടുംബത്തോട് കടപ്പാട് കാണിച്ചതല്ലേ? നിന്നോട് കൂടുതൽ വിശദീകരിക്കാനൊന്നും എനിക്ക് വയ്യ. ഉമയും ഗൗരിയും ഇങ്ങോട്ട് വരാൻ പാടില്ല. അമ്മയ്ക്ക് എങ്ങനെ ഇതുപോലെ മാറാൻ പറ്റിയത്? രജനി ചേച്ചി പോലെയാ ഉർമ്മി ഉമയെന്നൊക്കെ പറഞ്ഞിരുന്ന ആളല്ലേ അമ്മ. നമുക്ക് വേണ്ടി ഭാർഗവി വേണ്ടി കാട്ടിച്ചെന്ന് കിടക്കുക. അപ്പോ ആ ഒരു നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? മുരളി ഇതുവരെ എത്തിയിട്ടില്ല. അവരാകെ പേടിച്ചിരിക്കുക. തൽക്കാലം ആരും ഇവിടേക്ക് വരുന്നില്ല, അത്ര തന്നെ. ഇത്ര നേരമായിട്ട് എന്നെ തിരിച്ചു വിളിക്കാൻ വയ്യല്ലേ? എന്തായാലും നിന്നോടൊന്ന് സംസാരിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. മീര? ആരാ പ്രകാശ് മീര? ആഹാ, അതെന്റെ ഒരു ഫാനാ. ഈ അനാമികയിൽ എന്റെ ക്യാരക്ടർ അസ്ഥിക്ക് പിടിച്ചോണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഓ ശല്യവാ. ആരാധികയല്ലേ, ഒന്നെടുത്ത് സംസാരിക്കേ. ഓ ശല്യാന്നേ, ഇപ്പോഴൊന്നും വയ്ക്കത്തില്ല. ഫോൺ എടുക്കാത്ത? 2-3 വട്ടം വിളിച്ചല്ലോ ഇപ്പൊ തന്നെ. നിലവിൽ എത്ര ആരാധികമാരുണ്ട്? ഇനി എനിക്ക് എത്ര ആരാധികമാരുണ്ടെങ്കിലും ഞാൻ ആരാധിക്കുന്നത്
ഒരൊറ്റയാളെയാ ദേ ഈ സിസിലി. ഇങ്ങനെ കള്ളം പറഞ്ഞാലേ ദൈവം സഹിക്കില്ല, പിടിച്ച് നരകത്തിലിടും. ഓ ഞാൻ സത്യടി പറഞ്ഞത്. ആണോ? ആ ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അയ്യോ, പാല് തിളയ്ക്കാറായി, നോക്കട്ടെ. ഡാർലിംഗ്, നിന്നെ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു? നിനക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ വയ്യല്ലേ? എന്നാ നീ കേട്ടോ, കൃത്യം 10 മിനിറ്റ്, 10 മിനിറ്റ്, അതിനു മുമ്പ് ഞാൻ നിന്റെ മുമ്പിലെത്തും. ഡാർലിംഗ്, നിന്നെ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു? നിനക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ വയ്യല്ലേ? എന്നാ നീ കേട്ടോ, കൃത്യം 10 മിനിറ്റ്, 10 മിനിറ്റ്, അതിനു മുമ്പ് ഞാൻ നിന്റെ മുമ്പിലെത്തും.